കടലിന്റെ രാജാക്കന്മാരായിരുന്ന സൊമാലിയൻ കടൽ കൊള്ളക്കാർ വീണ്ടും പണി തുടങ്ങിക്കഴിഞ്ഞു. ചെങ്കടലിലും ഏതൻ കടലിടുക്കിലും ചരക്ക് കപ്പലുകൾക്ക് മേൽ ഭീതിയുടെ കരിനിഴൽ വീഴ്ത്തിക്കൊണ്ട് മറ്റൊരു ഹൈജാക്കിംഗ് കൂടി നടന്നിരിക്കുകയാണ്. യമൻ തീരത്ത് വെച്ച് ഒരു ഓയിൽ ടാങ്കർ സൊമാലിയൻ പൈറേറ്റ്സ് തട്ടിയെടുത്തുവെന്ന ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. വെറും 2 ആഴ്ചയ്ക്കുള്ളിൽ നടക്കുന്ന 4ാമത്തെ സംഭവമാണിത്. കപ്പൽ യാത്രക്കാരെയും ഷിപ്പിംഗ് കമ്പനികളെയും ഒരുപോലെ ഭയപ്പെടുത്തുന്ന ഒരു വാക്കാണ് പൈറസി. കുറച്ചു കാലമായിട്ട് അടങ്ങിയിരുന്ന സൊമാലിയൻ കടൽ കൊള്ളക്കാർ സൊമാലി പൈറേറ്റ്സ് വീണ്ടും സജീവമായിരിക്കുകയാണ്. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം യമൻ തീരത്ത് വെച്ച ഒരു കൂറ്റൻ ഓയിൽ ടാങ്കർ ഈ കൊള്ളക്കാർ ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ്. കഴിഞ്ഞ 2 ആഴ്ചയ്ക്കുള്ളിൽ നടക്കുന്ന 4ാമത്തെ പ്രധാന ഇൻസിഡന്റ് ആണിത് എന്ന് കേൾക്കുമ്പോഴാണ് ഇതിന്റെ ഗൗരവം നമുക്ക് മനസ്സിലാകുന്നത്. ചെങ്കടലിൽ ഹൂതി വിമതരുടെ ആക്രമണം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ മറ്റൊരു ഭാഗത്ത് സൊമാലിയൻ പൈറേറ്റ്സ് കൂടി രംഗത്തിറങ്ങുന്നത് ആഗോള വ്യാപാര മേഖലയെ വല്ലാതെ ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നതാണ് കാര്യം. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് നമുക്ക് വിശദമായി പരിശോധിക്കാം. സംഭവം നടക്കുന്നത് യമനിലെ ഷബ്വ പ്രവിശ്യയുടെ തീരത്താണ്. MT യുരേക്ക എന്ന ഓയിൽ ടാങ്കറാണ് കടൽ കൊള്ളക്കാർ പിടിച്ചെടുത്തത്. യമൻ കോസ്റ്റ് ഗാർഡ് നൽകുന്ന വിവരമനുസരിച്ച് സായുധരായ ഒരു സംഘം കപ്പലിലേക്ക് അതിക്രമിച്ചു കയറുകയും കപ്പലിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയുമായിരുന്നു. കപ്പൽ പിടിച്ചെടുത്ത ശേഷം ഇവർ ഇതിനെ സൊമാലിയൻ കടൽ തീരത്തേക്ക് തിരിച്ചുവിട്ടു എന്നാണ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്. യുണൈറ്റഡ് കിങ്ഡം മാരിടൈം ട്രേഡ് ഓർഗനൈസേഷൻ UK MTO ആണ് ഈ വിവരം ആദ്യം റിപ്പോർട്ട് ചെയ്തത്. ഒരു പച്ച നിറത്തിലുള്ള ചെറിയ ബോട്ടും അതുപോലെ ഒരു വെള്ള ബോട്ടുമാണ് ഈ കപ്പലിനെ പിന്തുടർന്നത്. ഇത്തരം ചെറിയ ബോട്ടുകളിൽ മിന്നൽ വേഗത്തിൽ വന്ന് കപ്പലിൽ കയറുന്നതാണ് പൈറേറ്റ്സിന്റെ രീതി. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല എന്നതാണ് നമ്മളെ ഭയപ്പെടുത്തുന്നത്. കഴിഞ്ഞ ഏപ്രിൽ 21 മുതൽ നോക്കിയാൽ ഇത് 4ാമത്തെ ഹൈജാക്കിംഗ് ആണ്. ഒരു ഫിഷിംഗ് ബോട്ട്, ഒരു ബൾക്ക് കാരിയർ, ഇപ്പോൾ ഒരു ഓയിൽ ടാങ്കർ, ഇങ്ങനെ നീളുകയാണ് ഇവരുടെ ലിസ്റ്റ്. ഇതിനർത്ഥം സൊമാലിയൻ കടൽ കൊള്ളക്കാർ വലിയൊരു തിരിച്ചുവരവിനായിട്ട് തയ്യാറെടുക്കുന്നു എന്ന് തന്നെയാണ്. നമ്മളിൽ പലരും വിചാരിക്കുന്നത് സൊമാലിയൻ പൈറസിയൊക്കെ പണ്ട് അവസാനിച്ചു എന്നാണ്. 2011-12 കാലഘട്ടത്തിലായിരുന്നു ഇവരുടെ ഏറ്റവും വലിയ ആക്രമണങ്ങൾ കണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ വീണ്ടും ഇവർ തലപൊക്കാൻ ചില കാരണങ്ങളുണ്ട്. ഒന്നാമതായിട്ട് റെഡ് സീയിലെ ക്രൈസിസ് ആണ്, ചെങ്കടലിലെ സംഘർഷം. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന് പിന്നാലെ ഹൂതികൾ ചെങ്കടലിൽ കപ്പലുകൾ ആക്രമിക്കാൻ തുടങ്ങി. ഇത് നേരിടാൻ അമേരിക്കയുടെയും യൂറോപ്പിന്റെയും നാവികസേനകൾ ഇപ്പോൾ ചെങ്കടലിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഈ ഒരു അവസരം മുതലെടുത്തിട്ടാണ് സൊമാലിയൻ പൈറേറ്റ്സ് വീണ്ടും പുറത്തിറങ്ങുന്നത്. സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധ മാറിയത് ഇവർക്ക് വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാറുകയായിരുന്നു. ഇനി 2ാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇലീഗൽ ഫിഷിംഗ്, അതായത് അനധികൃത മത്സ്യബന്ധനം. സൊമാലിയൻ തീരങ്ങളിൽ വിദേശ രാജ്യങ്ങൾ നടത്തുന്ന അനധികൃത മത്സ്യബന്ധനം കാരണം അവിടുത്തെ പ്രാദേശിക മത്സ്യത്തൊഴിലാളികൾക്ക് ഉപജീവന മാർഗം നഷ്ടപ്പെടുന്നുണ്ട്. ഇതിനെതിരെയുള്ള പ്രതിഷേധം എന്ന നിലയിലാണ് പലപ്പോഴും ഇത്തരം കൊള്ളസംഘങ്ങൾ രൂപപ്പെടുന്നത്. ഇനി 3ാമത്തെ കാര്യം പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി ഇൻ സൊമാലിയ, അതായത് സൊമാലിയയിലെ ആഭ്യന്തര പ്രശ്നങ്ങളും ഭരണകൂടത്തിലെ ബലക്കുറവും. ഇത് ഇത്തരം ക്രിമിനൽ സംഘങ്ങൾക്ക് വളരാൻ വളക്കൂറുള്ള മണ്ണൊരുക്കുന്നു. ഈ ഹൈജാക്കിങ്ങുകൾ വെറും വാർത്തകൾ മാത്രമല്ല, ഇത് നിങ്ങളുടെയും എന്റെയും ഒക്കെ പോക്കറ്റിനെ ബാധിക്കുന്ന വലിയൊരു കാര്യമാണ്. എങ്ങനെയെന്നല്ലേ? ഷിപ്പിംഗ് കോസ്റ്റ്, അതായത് സുരക്ഷാ ഭീഷണി കൂടുമ്പോൾ ഷിപ്പിംഗ് കമ്പനികൾക്ക് കൂടുതൽ ഇൻഷുറൻസ് തുക അടയ്ക്കേണ്ടി വരും. അതോടൊപ്പം കൂടുതൽ സുരക്ഷാ ഗാർഡുകളെ കപ്പലിൽ നിയമിക്കേണ്ടി വരും. ഇത് കപ്പൽ വാടക വർദ്ധിപ്പിക്കും. അടുത്തത് പ്രൈസ് ഹൈക്ക്, അതായത് വിലക്കയറ്റം. ലോകത്തെ പ്രധാന എണ്ണക്കടത്ത് പാതയാണിത്. ഓയിൽ ടാങ്കറുകൾ ഇത്തരത്തിൽ പിടിച്ചെടുക്കപ്പെടുകയാണെങ്കിൽ ക്രൂഡ് ഓയിൽ വില വർദ്ധിക്കാനും അതുവഴി പെട്രോൾ ഡീസൽ വില കൂടാനും സാധ്യതയുണ്ട്. ഇനി 3ാമതായിട്ട് സപ്ലൈ ചെയിൻ ഡിസ്ട്രപ്ഷൻ ആണ്. കപ്പലുകൾ വഴിമാറി സഞ്ചരിക്കേണ്ടി വരുമ്പോൾ സാധനങ്ങൾ എത്താൻ കാലതാമസം നേരിടും. ഇത് ആഗോള വിപണിയിൽ ക്ഷാമത്തിന് കാരണമായേക്കും. നിലവിലെ റിപ്പോർട്ടുകൾ പ്രകാരം യമൻ കോസ്റ്റ് ഗാർഡും അന്താരാഷ്ട്ര നാവികസേനകളും ഈ കപ്പലിനെ ട്രാക്ക് ചെയ്യുന്നുണ്ട്. ജീവനക്കാരുടെ സുരക്ഷയാണ് ഇപ്പോൾ ഏറ്റവും വലിയ മുൻഗണന. സാധാരണയായി സൊമാലിയൻ പൈറേറ്റ്സ് കപ്പൽ പിടിച്ചെടുക്കുന്നത് വൻതുക മോചനദ്രവ്യം ആവശ്യപ്പെടാനാണ്. മറ്റൊരു പ്രധാന കാര്യം, ഇന്ത്യൻ നേവി ഈ മേഖലയിൽ വളരെ സജീവമാണ്. കുറച്ചു മാസങ്ങൾക്ക് മുൻപ് MV രുവൻ എന്ന കപ്പൽ പിടിച്ചെടുത്ത 35 സൊമാലിയൻ കൊള്ളക്കാരെ ഇന്ത്യൻ നാവികസേന തുരത്തുകയും അവരെ അറസ്റ്റ് ചെയ്ത് മുംബൈയിൽ എത്തിക്കുകയും ചെയ്തിരുന്നു. ആഗോളതലത്തിൽ ഇന്ത്യൻ നാവികസേനയുടെ കരുത്ത് തെളിയിച്ച ഒരു ഓപ്പറേഷൻ ആയിരുന്നു അത്. എന്നാൽ ഇപ്പോഴും ആക്രമണങ്ങൾ തുടരുന്നത് വലിയൊരു വെല്ലുവിളിയാണ്. നമ്മൾ സിനിമകളിൽ കാണുന്നത് പോലെ അല്ല യഥാർത്ഥ ഹൈജാക്കിംഗ് എന്ന് പറയുന്നത്. ഇവർ ഉപയോഗിക്കുന്നത് മദർഷിപ്സ് ആണ്, അതായത് വലിയൊരു കപ്പലോ ബോട്ടിലോ ദൂരെ പോയി നിൽക്കും. അവിടുന്ന് ചെറിയ ബോട്ടുകളിൽ, അതായത് സ്കിപ്സ് എന്ന് പറയും, ഇതിൽ സായുധരായ കൊള്ളക്കാർ അതിവേഗത്തിൽ വന്ന് വലിയ ചരക്ക് കപ്പലുകളെ വളയും. തോക്കുകളും റോക്കറ്റ് ലോഞ്ചറുകളും ഉപയോഗിച്ച് ഇവർ ജീവനക്കാരെ ഭീഷണിപ്പെടുത്തും. കപ്പലിലെ സിറ്റാഡൽ അഥവാ സുരക്ഷിത മുറിയിലേക്കുള്ള ജീവനക്കാർ ഓടി കയറുന്നതിന് മുമ്പ് തന്നെ കപ്പൽ നിയന്ത്രണത്തിലാക്കുക എന്നതാണ് ഇവരുടെ രീതി. കടലിലെ ഈ അശാന്തി ലോക സമാധാനത്തിനും സാമ്പത്തിക ഭദ്രതയ്ക്കും വലിയൊരു ഭീഷണി തന്നെയാണ്. ഹൂതികളുടെ ആക്രമണവും സൊമാലിയൻ പൈറേറ്റ്സിന്റെ മടങ്ങിവരവും മാരിടൈം സെക്യൂരിറ്റിയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ നിർബന്ധിതമാക്കുന്നു. അതുപോലെ അന്താരാഷ്ട്ര നാവികസേനകൾ കൂടുതൽ ഏകോപനത്തോടെ പ്രവർത്തിച്ചാൽ മാത്രമേ ഈ ഭീഷണി നേരിടാൻ സാധിക്കൂ.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.